Hello everyone, welcome to Bosco Campus Vision. I am Lakshmi VS, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In previous lectures, we learned about the meaning of marginal cost and marginal costing, important terms relating to marginal costing, and role of marginal costing in decision making and related problems. Today, we are going to study one important decision area which comes under the head role of marginal costing in decision making, and that is make or buy decision. Okay, we are going to study the meaning of make or buy decisions. It is an act of making a choice between producing the component parts of a product internally, that is in-house, or buying it externally, that is from outside. As specified in the meaning, it is an act of making a choice between two alternatives, and these two alternatives are whether we make or buy. That is, whether the company has to make a particular component part of a product or whether the company had to buy it from an outside supplier. രണ്ട് ഓൾട്ടർനേറ്റീവ് ചോയ്സസ് ഉണ്ടായിരിക്കും കമ്പനിയുടെ മുന്നിൽ. വെദർ വി ഹാഡ് ടു മേക്ക് ഇറ്റ് ഇൻറ്റേർണലി, ദാറ്റ് ഈസ് ഇൻ ദ ഫാക്ടറിയിൽ കമ്പനിയുടെ ഫാക്ടറിയിൽ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റ് പാർട്ട് മേക്ക് ചെയ്യണോ, ദാറ്റ് ഈസ് വി ഹാഡ് ടു മാനുഫാക്ചർ, അല്ലെങ്കിൽ വി ഹാഡ് ടു പർച്ചേസ് ഓർ ബൈ ഇറ്റ് എക്സ്റ്റേണലി, നമ്മൾ എക്സ്റ്റേണലി മറ്റൊരു ഔട്ട്സൈഡ് സപ്ലയറിൽ നിന്നും അത് വാങ്ങിക്കണം. The problem of making this choice arises in a company when the firm has the ideal capacity and technical capacity of manufacturing. ഇങ്ങനെ ഒരു പ്രശ്നം ഒരു മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഉണ്ടാവുന്നത് കമ്പനിക്ക് ഐഡിയൽ കപ്പാസിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റ് പാർട്ട് മാനുഫാക്ചർ ചെയ്യാനുള്ള ടെക്നിക്കൽ കപ്പാസിറ്റിയും ഉണ്ട്. അങ്ങനൊരു സിറ്റുവേഷൻ നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു മേക്ക് ഓർ ബൈ ഡിസിഷൻ, അങ്ങനെ ആ മേക്ക് ഓർ ബൈ ഡിസിഷൻ നമ്മൾ എടുക്കേണ്ടുന്നത്. While making this decision, we had to consider two factors, and these two factors are quantitative factors and qualitative factors. Okay, now we are going to study about the various quantitative factors that are to be considered while making make or buy decision. And the first one is differential cost of the make and buy alternatives and the consequences of the alternative uses of the idle capacity. ഈ രണ്ട് ആസ്പെക്റ്റുകളാണ് പ്രധാനമായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സായിട്ട് മേക്ക് ഓർ ബൈ ഡിസിഷനിൽ നമ്മൾ നോക്കേണ്ടുന്നത്. അതിൽ ഡിഫറൻഷ്യൽ കോസ്റ്റ്, മേക്ക് ആൻഡ് ബൈ ഓൾട്ടർനേറ്റീവ്സ് രണ്ടിനും അതിൻ്റേതായിട്ടുള്ള കോസ്റ്റുകളുണ്ട്. അപ്പോൾ ദ റിലവൻറ്റ് കോസ്റ്റ് ഓഫ് ബൈയിങ് ദ കമ്പോണൻറ്റ്, ഇറ്റ് ഇൻക്ലൂഡ്സ് പർച്ചേസ് പ്രൈസ് ആൻഡ് അതർ റിലേറ്റഡ് പർച്ചേസ് കോസ്റ്റ്. അതായത് നമ്മളുടെ പർച്ചേസ് പ്രൈസ്, നമ്മൾ കൊടുക്കുന്ന വിലയും അതുകൂടാതെ അതിൻ്റേതായിട്ടുള്ള ഈ പർച്ചേസ് റിലേറ്റഡ് ആയിട്ട് ക്യാരിയിങ് കോസ്റ്റ് അങ്ങനെയൊക്കെ വരാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കോസ്റ്റുകൾ കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് വൺ കോസ്റ്റ് ഓഫ് മേക്കിംഗ്. കോസ്റ്റ് ഓഫ് മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഓഫ് കോസ്റ്റാണ് വരുന്നത്, വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും. ഇതിൽ ഫിക്സഡ് കോസ്റ്റ്സ് ആർ ഇറലവൻറ്റ് ബിക്കോസ് നമ്മളുടെ ഫിക്സഡ് കോസ്റ്റ് ദ ഫിക്സഡ് കോസ്റ്റ് ആർ നോട്ട് എക്സ്പെക്റ്റഡ് ടു ചേഞ്ച്. അതായത് നമ്മളുടെ വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും ഒന്നും ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് ആവുന്നില്ല. സോ the fixed costs are irrelevant in make or buy decision. So നമുക്ക് മേക്ക് ഓർ ബൈ ഡിസിഷനിൽ നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് അത്ര റിലവൻ്റ് ഒന്നും അല്ല. ഓക്കെ, ദെൻ ദ കമ്പനി ഹാസ് ടു കമ്പയർ ദ ഡിഫറൻഷ്യൽ കോസ്റ്റ് ഓഫ് ദ ടു ഓൾട്ടർനേറ്റീവ്സ്. മേക്ക് ഓൾട്ടർനേറ്റീവിൻ്റെയും ബൈ ഓൾട്ടർനേറ്റീവിൻ്റെയും ഡിഫറൻഷ്യൽ കോസ്റ്റുകൾ കമ്പയർ ചെയ്യും. ആൻഡ് ദ കമ്പനി വിൽ അക്സെപ്റ്റ് ദാറ്റ് ഓൾട്ടർനേറ്റീവ് വിച്ച് ഹാസ് ദ ചീപ്പർ കോസ്റ്റ്. അതായത് ചീപ്പർ കോസ്റ്റ് ഏതിന് വരുന്നോ അതായിരിക്കും കമ്പനി അക്സെപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇഫ് ദ മാനേജ്മെൻറ്റ് ഫൈൻഡ്സ് എ മോർ പ്രോഫിറ്റബിൾ യൂസ് ഓഫ് ഐഡിയൽ കപ്പാസിറ്റി. ഇപ്പോൾ നമ്മളുടെ ഐഡിയൽ കപ്പാസിറ്റി ഉണ്ട്, അത് നമ്മൾ മേക്ക് ഡിസിഷൻ എടുത്ത് അതിലേക്ക് നമുക്ക് ആ ഐഡിയൽ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഇഫ് ദ മാനേജ്മെൻറ്റ് ഫൈൻഡ്സ് ആൻഡ് അനദർ പ്രോഫിറ്റബിൾ യൂസ് ഓഫ് ഐഡിയൽ കപ്പാസിറ്റി, മറ്റൊരു പ്രോഫിറ്റബിൾ യൂസ് ഐഡിയൽ കപ്പാസിറ്റിക്ക് കണ്ടെത്തുകയാണ് എന്നുണ്ടെങ്കിൽ ദെൻ മാനേജ്മെൻറ്റ് ഷുഡ് യൂസ് ഇറ്റ് ഫോർ പ്രോഫിറ്റബിൾ ഓൾട്ടർനേറ്റീവ്. അങ്ങനെയാണെങ്കിൽ മാനേജ്മെൻറ്റ് ഉറപ്പായിട്ടും ആ ഒരു പ്രോഫിറ്റബിൾ യൂസിലേക്ക് ഈ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യണം. ആൻഡ് ബൈ ദ കമ്പോണൻറ്റ് ഫ്രം ഔട്ട്സൈഡ്. ആ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റ് ഏതാണോ അത് ഔട്ട്സൈഡ്, അതായത് പുറത്തുനിന്ന് വാങ്ങണം. ഓക്കെ, now we are going to discuss about the various qualitative factors that are to be considered while making make or buy decision.
The first one is quality of the goods supplied by an outside supplier. ഇപ്പോൾ നമ്മളൊരു ബൈ ഡിസിഷനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വി ഹാഡ് ടു കൺഫേം ദ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ദാറ്റ് ആർ സപ്ലൈഡ് ബൈ ദാറ്റ് ഔട്ട്സൈഡ് സപ്ലയർ. വി ഹാഡ് ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ് ക്വാളിറ്റി. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ. ഇഫ് വി ആർ മേക്കിംഗ് എ ബൈ ഡിസിഷൻ, നമ്മളൊരു ബൈ ഡിസിഷനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വി ഹാഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ദർ വിൽ ബി ആൻ അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ ഫ്രം ദാറ്റ് ഔട്ട്സൈഡ് സപ്ലയർ ഫോർ മീറ്റിംഗ് ദ ഡെലിവറി ഡേറ്റ്സ്. ഡെലിവറി ഡേറ്റ്സ് മീറ്റ് ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ ഈ ഔട്ട്സൈഡ് സപ്ലയറിൽ നിന്ന് ഉണ്ടായിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇൻ കേസ് ഓഫ് മെയിൻ്റനൻസ് ഓഫ് സീക്രസി ആൻഡ് മാനുഫാക്ചറിങ് നോ ഹൗ. ഓരോ കമ്പനിയിലും അതിൻ്റേതായിട്ടുള്ള സീക്രട്സും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള മാനുഫാക്ചറിങ് നോ ഹൗ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ പാസ് ചെയ്ത് മറ്റൊരിടത്തേക്ക് പോകണ്ട എന്നാണെങ്കിൽ വി ഹാവ് ടു ചൂസ് മേക്ക് ഡിസിഷൻ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് എനി അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ലേബർ റിലേഷൻസ്. നമ്മൾ ഇപ്പോൾ ബൈ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദർ ഈസ് നോ എനി അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ ലേബർ റിലേഷൻസ്. അതായത് നമ്മുടെ കമ്പനിയുടെ ഇറ്റ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ അവർ കമ്പനി. നമ്മുടെ കമ്പനിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ലേബർ റിലേഷൻസ്. അപ്പോൾ അതിനകത്ത് ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ്, നെഗറ്റീവ് ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കരുത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ ഫെസിലിറ്റി ഓഫ് വൈഡർ സെലക്ഷൻ ബൈ ഡിസിഷൻ. നമ്മുടെ ബൈ ഡിസിഷനിൽ വൈഡർ സെലക്ഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ മേക്ക് ഓർ ബൈ ഡിസിഷൻ എടുക്കാനായിട്ട് പാടുള്ളൂ. Okay, now we are going to discuss a problem related to make or buy decision. Okay, let us have a look at the question. Let us examine this question. A factory is producing 4 types of articles and in condition of full capacity working, a decision has to be made as to which article shall be bought out and which article shall be manufactured in the factory. The cost of manufacture and bought out prices of the 4 articles are as follows. Cost per article: marginal cost, fixed cost, total cost and bought out price. Okay, നമ്മൾ ആ ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് എക്സാമിൻ ചെയ്യുകയാണ്. അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ്. അതിനുശേഷം മാത്രമേ ആൻസറിലേക്ക് പോകാവൂ. എ ഫാക്ടറി ഈസ് പ്രൊഡ്യൂസിങ് 4 types of articles and in condition of full capacity working. ഒരു കമ്പനി അതിൻ്റെ ഫുൾ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ട് 4 types of articles പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. A decision has to be made as to which article shall be bought out and which article shall be manufactured in the factory. നമുക്ക് ഒരു മേക്ക് ഓർ ബൈ ഡിസിഷൻ എടുക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ്. ഈ 4 ആർട്ടിക്കിളിൽ ഏതൊക്കെ നമ്മളുടെ കമ്പനിയിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യണം, ഏതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണം. The cost of manufacture and bought out prices of the 4 articles are as follows. ആ 4 ആർട്ടിക്കിൾസിൻ്റെയും മാനുഫാക്ചറിങ് കോസ്റ്റും ബോട്ട് ഔട്ട് പ്രൈസസും, അതായത് നമ്മൾ മേക്ക് ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറും ബൈ ചെയ്യുകയാണെങ്കിൽ ബോട്ട് ഔട്ട് പ്രൈസസും, ആ 2 ആസ്പെക്ട്സും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൺസിഡർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് തീരുമാനം എടുക്കുക, വെദർ വി ഹാവ് ടു മേക്ക് ഓർ ബൈ. അപ്പോൾ നമുക്ക് ആ ഡേറ്റ എക്സാമിൻ ചെയ്യാം. കോസ്റ്റ് പെർ ആർട്ടിക്കിൾ ഓരോ ആർട്ടിക്കിളിൻ്റെതും ഉണ്ട്. കോസ്റ്റിനകത്ത് മാർജിനൽ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് ടോട്ടൽ കോസ്റ്റിലേക്ക് എത്തുന്നത്. ഫോർ ആർട്ടിക്കിൾ എ, മാർജിനൽ കോസ്റ്റ് ഇസ് ₹50 ആൻഡ് ഫിക്സഡ് കോസ്റ്റ് ഇസ് ₹10 ആൻഡ് ദ ടോട്ടൽ കോസ്റ്റ് ഇസ് ₹60 and the bought out price of article A is ₹46. And the next one is article B. The marginal cost is 58, the fixed cost is ₹20 and the total cost is 78 and the bought out price of article B is 84. And the article C, marginal cost is ₹72, fixed cost is ₹25, total cost is ₹97 and the bought out price of article C is 115 and the marginal cost of article D is ₹75 and the fixed cost is ₹70 and the total cost is ₹145 and the bought out price of article D is 128. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് എക്സാമിൻ ചെയ്തു, എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നന്നായിട്ട് മനസ്സിലാക്കി. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സോൾവ് ദിസ് പ്രോബ്ലം. അപ്പോൾ ആ പ്രോബ്ലത്തിൽ നോക്കിയാൽ നമുക്കറിയാം, ഫിക്സഡ് കോസ്റ്റുകൾ നമ്മൾ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞു മേക്ക് ഓർ ബൈ ഡിസിഷനിൽ ഫിക്സഡ് കോസ്റ്റ് ഇസ് നോട്ട് റിലവൻറ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഫിക്സഡ് കോസ്റ്റുകൾ ആഡ് ചെയ്യേണ്ട.
ബിക്കോസ് ഇറ്റ് വിൽ ബി ഇൻകേർഡ് ഈവൻ ഇഫ് ദ ആർട്ടിക്കിൾ ഇസ് നോട്ട് പ്രൊഡ്യൂസ്ഡ്. നമ്മൾ ആ ആർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു കോസ്റ്റ് ഇൻകർ ചെയ്യും. Only marginal cost should be taken into consideration to arrive at a correct decision of make or buy. നമ്മൾക്കിത് ഈ ഒരു പർട്ടിക്കുലർ മേക്ക് ഓർ ബൈ ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് മാർജിനൽ കോസ്റ്റ് മാത്രമാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുകയാണ്. ഓരോന്നിൻ്റെയും ബോട്ട് ഔട്ട് പ്രൈസ് നമ്മൾ എഴുതുക. ആർട്ടിക്കിൾ എ, ബി, സി, ഡി. ആർട്ടിക്കിൾ എയുടെ ബോട്ട് ഔട്ട് പ്രൈസ് 46 rupees, ബിയുടേത് 84, സിയുടേത് 115 ആൻഡ് ഡിയുടേത് 128. നെക്സ്റ്റ് വൺ മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. എയുടേത് 50 rupees, ബിയുടേത് 58, സിയുടേത് 72 rupees, ഡിയുടേത് 75 rupees. ഇനി നമുക്ക് നോക്കാം എക്സസ് ഓഫ് ബോട്ട് ഔട്ട് പ്രൈസ് ഓവർ മാർജിനൽ കോസ്റ്റ്. ഈ സൊല്യൂഷനിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇതിൽ ബോട്ട് ഔട്ട് പ്രൈസ് മാർജിനൽ കോസ്റ്റിനെ കാട്ടിലും എക്സസ് ആയിട്ട് നിൽക്കുന്ന ഏതൊക്കെ കേസസ് ഉണ്ടെന്ന് നോക്കാം. ഇതിൽ ആർട്ടിക്കിൾ എയിൽ നോക്കിക്കഴിഞ്ഞാൽ ബോട്ട് ഔട്ട് പ്രൈസ് 46 ആണ്, മാർജിനൽ കോസ്റ്റ് 50. അതായത് നമ്മൾ മേക്ക് ചെയ്താൽ നമുക്ക് 4 രൂപ കൂടി എക്സ്ട്രാ ആകും. ഓക്കെ, അതായത് 4 rupees എക്സ്ട്രാ നമുക്ക് എക്സസ് ആയി നിൽക്കുകയാണ്. മാർജിനൽ കോസ്റ്റ് 4 rupees എക്സസ് ആണ്. ആൻഡ് ആർട്ടിക്കിൾ ബി നോക്കിക്കഴിഞ്ഞാൽ 84 rupees ആണ് ബോട്ട് ഔട്ട് പ്രൈസ് ആൻഡ് ദ മാർജിനൽ കോസ്റ്റ് ഇസ് 58. സോ 26 rupees നമ്മൾ ബോട്ട് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ ലാഭമുണ്ട്, പ്രോഫിറ്റ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ബോട്ട് ഔട്ട് പ്രൈസ് ഓഫ് ആർട്ടിക്കിൾ സി ഇസ് 115 ആൻഡ് ദ മാർജിനൽ കോസ്റ്റ് ഇസ് 72. സോ അവിടെ നമുക്കൊരു 43 rupees നമുക്കവിടെ ലാഭമുണ്ട്. നമ്മൾ എന്ത് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ മേക്ക് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് 43 rupees അവിടെ ലാഭമുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ആർട്ടിക്കിൾ ഡി. ബോട്ട് ഔട്ട് പ്രൈസ് 128 ആണ്, മാർജിനൽ കോസ്റ്റ് 75 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ആർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 53 rupees ലാഭമുണ്ട്. ഓക്കെ, ഈ ബോട്ട് ഔട്ട് പ്രൈസും മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. എക്സസ് ഓഫ് ബോട്ട് ഔട്ട് പ്രൈസ് ഓവർ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഡിസിഷൻ എടുക്കാൻ പോവുകയാണ്. ആർട്ടിക്കിൾ എ ഷുഡ് ബി ബോട്ട് ഫ്രം ഔട്ട്സൈഡ്. ആർട്ടിക്കിൾ എ നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് വാങ്ങിക്കണം. ബിക്കോസ് ബോട്ട് ഔട്ട് പ്രൈസ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിനെക്കാട്ടിലും ലെസറാണ്. ആൻഡ് ആർട്ടിക്കിൾ ബി, സി ആൻഡ് ഡി ഇതിന് മൂന്നിനും ബോട്ട് ഔട്ട് പ്രൈസ് എന്ന് പറയുന്നത് മോർ ദാൻ ദെയർ മാർജിനൽ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റിനെക്കാട്ടിലും കൂടുതലാണ്. സോ ദീസ് ആർട്ടിക്കിൾ ഷുഡ് ബി മാനുഫാക്ചേർഡ്. അതുകൊണ്ട് തന്നെ ഈ ആർട്ടിക്കിൾസ് മാനുഫാക്ചർ ചെയ്യണം, പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് അവൈലബിൾ ആണെങ്കിൽ. ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഈസ് ഇൻ കേസ് ഓഫ് പ്രോഡക്റ്റ് ഡി. ഇതിൽ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ വരുന്നത് നമുക്കറിയാമല്ലോ, സെല്ലിംഗ് പ്രൈസിൽ നിന്ന് മാർജിനൽ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് കിട്ടുന്ന എന്താണ്, കോൺട്രിബ്യൂഷനാണ്. അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കാണിക്കുന്നത് ആർട്ടിക്കിൾ ഡി ആണ്. സോ ഇറ്റ് ഷുഡ് ബി ഗിവൺ പ്രിഫറൻസ് ആസ് കമ്പയർഡ് ടു ബി ആൻഡ് സി. അതുകൊണ്ട് തന്നെ അതിന് ബിയേക്കാളും സിയേക്കാളും പ്രിഫറൻസ് കിട്ടണം. സി ഹാസ് മോർ കോൺട്രിബ്യൂഷൻ ആസ് കമ്പയർഡ് ടു ബി. ഇനി നോക്കിക്കേ, സി എന്ന് പറയുന്ന ആർട്ടിക്കിളിനാണ് ബി എന്ന് പറയുന്ന ആർട്ടിക്കിളിനെക്കാട്ടിലും കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉള്ളത്. സോ ഇറ്റ് ഷുഡ് ബി പ്രിഫേർഡ് ഇൻ കമ്പാരിസൺ വിത്ത് ബി. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ബിയും സിയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ സി ആണ് കൂടുതൽ പ്രിഫറബിൾ. ഓക്കെ, അതാണ് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത്. Hope you all understand the concept of make or buy decision, and the balance of make or buy decision will continue in the next lecture. Thank you.